ഹായ് ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു ആസ്പയർ ഡിഫൻസ്. ആസ്പയർ ഡിഫൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ എൻട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് 12 വയസ്സിൽ നമുക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ എൻട്രീസിനെ കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആർമിയിൽ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക. 12 വഴികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൺസ് നിങ്ങൾ ആർമിയിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ റാങ്കിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊമോഷൻ ക്രൈറ്റീരിയ എന്ന് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പല ആൾക്കാരും ആർമി ഓഫീസേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, മൂവീസിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഇവന്റ്സിൽ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ ആരെങ്കിലും അവരുടെ ഷോൾഡർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഷോൾഡറിലാണ് റാങ്ക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ ആ റാങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻ റാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻ റാങ്ക് ലെഫ്റ്റനന്റ് റാങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജനറൽ റാങ്ക് വരെയുണ്ട്. സോ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഡീകോഡ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലാണ്. ഓക്കെ, ലെഫ്റ്റനന്റ് റാങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ആർമിയിൽ 2 ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണുള്ളത്, കമ്മീഷനിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണുള്ളത്. ഒന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഒന്ന് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ചെന്നൈ. സോ ഈ 2 അക്കാഡമികളിലൂടെ പുറത്തിറങ്ങുന്ന ഓഫീസേഴ്സ് ഇന്ത്യൻ ആർമിയിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത്, കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന റാങ്കാണ് ലെഫ്റ്റനന്റ്. അവർ ലെഫ്റ്റനന്റ് റാങ്കിലാണ് അവർ കമ്മീഷൻ ചെയ്യുന്നത്. 2 stars ഇൻ യുവർ ഷോൾഡർ. ഓക്കെ ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ്ഡ് ഔട്ട്, അതായത് IMA നിന്നും OT നിന്നും പാസ് ഔട്ടായ ആൾക്കാരുടെ ഫോട്ടോസാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഷോൾഡർ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. 2 stars ഇൻ ദർ ഷോൾഡർ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, സോ കാഡറ്റ്സ് ആഫ്റ്റർ പാസിംഗ് ഔട്ട് ഫ്രം ദി IMA ആൻഡ് OTA ബിക്കം ലെഫ്റ്റനന്റ് ഇൻ ദി ആർമി. ഓക്കെ, സോ ഇന്ത്യൻ ആർമിയിൽ നമ്മൾ ഫസ്റ്റ് കമ്മീഷൻ ചെയ്യുന്ന റാങ്കാണ് ലെഫ്റ്റനന്റ്. ഓക്കെ, ലെഫ്റ്റനന്റ് റാങ്കിലാണ് ഒരു യങ് ഓഫീസർ കമ്മീഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ക്രിക്കറ്റ് കളിയിലും ഫുട്ബോൾ കളിയിലെ ക്യാപ്റ്റൻ അല്ല, ഇത് ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റനാണ്. ഓക്കെ, നിങ്ങൾ മൂവീസിലൊക്കെ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ പല ആരെങ്കിലും ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ ഈ റാങ്കിൽ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ക്യാപ്റ്റൻ റാങ്കിൽ. സോ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് 3 stars ആണ് ഷോൾഡറിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ക്യാപ്റ്റന് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എ ക്യാപ്റ്റൻ ഈസ് എക്സ്പെക്ടഡ് ടു ലീഡ് എ കമ്പനി ഓഫ് സോൾജിയേഴ്സ്. ഒരു കമ്പനീനെ ലീഡ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ക്യാപ്റ്റൻ. ഓക്കെ, നിങ്ങൾ കാർഗിൽ വാർ ഹീറോ ക്യാപ്റ്റൻ വിക്രം ബത്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പരംവീർ ചക്ര. സോ അദ്ദേഹത്തെ പോലെ ഒരു കമ്പനീനെ ലീഡ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് ക്യാപ്റ്റൻ. അതാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി. ആൻഡ് വിച്ച് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് അറൌണ്ട് 100 to 150 പേഴ്സണൽസ്. ആ ഒരു കമ്പനിയിൽ 100 മുതൽ 150 വരെ ആൾക്കാരുണ്ടായിരിക്കും, ഓഫീസേഴ്സും സോൾജിയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ വെൽഫെയർ, ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദ ട്രൂപ്സ്. ട്രൂപ്സിന്റെ വെൽഫെയർ, ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ് കംപ്ലീറ്റ്ലി അവരുടെ ആരുടെ കയ്യിലാണ്? ക്യാപ്റ്റൻ റാങ്കിൽ വരുന്ന ഒരു ഓഫീസറിന്റെ കയ്യിലുണ്ടായിരിക്കും. ഓക്കെ, 3 stars ഇൻ ദർ ഷോൾഡർ. ഓക്കെ, ഓക്കെ, 3 stars ഇൻ ദ ഷോൾഡർ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളെല്ലാ മൂവിയിലും നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിലും നമ്മൾ ഈ റാങ്ക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മേജർ. ഓക്കെ, മേജർ റാങ്കിൽ വരുന്ന ഓഫീസറിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഈ ഫോട്ടോയിലുള്ളത് മേജർ ഗൗരവ് ചൗധരി. അദ്ദേഹം നമ്മുടെ ഫോർമർ ADC ടു പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, പ്രസിഡന്റ് ADC ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ലെഫ്റ്റനന്റ് കേണൽ റാങ്കിലാണ്. സോ മേജർ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സ് ആണ് മെയിൻലി പ്ലാനിങ്, എക്സിക്യൂട്ടിങ് മിലിറ്ററി ഓപ്പറേഷൻസ്. മിലിറ്ററി ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിൽ ലീഡ് ചെയ്യുന്നതും മേജർ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സ് ആണ്. സോ അവരുടെ ഷോൾഡറിലെ റാങ്ക് എന്താണ്? നാഷണൽ എംബ്ലം. ഒരു നാഷണൽ എംബ്ലം ആണ് അവരുടെ ഷോൾഡറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മേജർ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സിന്റെ. അതായത് ക്യാപ്റ്റൻ റാങ്കിലേക്ക്, നമ്മൾ നേരത്തെ കണ്ട ക്യാപ്റ്റൻ റാങ്കിലേക്ക് നമ്മൾ 2 വർഷം കൊണ്ട് നമ്മൾ പ്രൊമോട്ടഡ് ആവും. ഓക്കെ, ഈ ക്യാപ്റ്റൻ റാങ്കിലേക്ക് നമ്മൾ 2 വർഷം നമ്മൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോട്ടഡ് ആവും. മേജർ റാങ്കിലേക്ക് നമ്മൾ 6 years കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രൊമോട്ടഡ് ആവുന്നത്. മേജർ റാങ്കിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് സർവീസ് 6 years ആവുന്ന സമയത്ത് നമ്മൾ മേജർ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. ഓക്കെ, ഇവരാണ് കംപ്ലീറ്റ്ലി നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ മേജർ. നെക്സ്റ്റ് വൺ ലെഫ്റ്റനന്റ് കേണൽ. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റനന്റ് കേണലും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ഫോർമർ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഹോണറി ലെഫ്റ്റനന്റ് കേണലാണ്. കപിൽ ദേവ് ഹോണറി ലെഫ്റ്റനന്റ് കേണലാണ്. നമ്മുടെ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണലാണ്. ആക്ടർ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണലാണ്. സോ ലെഫ്റ്റനന്റ് കേണലിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? എ ലെഫ്റ്റനന്റ് കേണൽ ഈസ് ഇൻ ചാർജ് ഓഫ് എ ബറ്റാലിയൻ ഇൻ ദി ആർമി. ഒരു ബറ്റാലിയനെ ഹെഡ് ചെയ്യുന്ന ആളാണ് ആര്? ലെഫ്റ്റനന്റ് കേണൽ. ഓക്കെ, ലെഫ്റ്റനന്റ് കേണലിന്റെ റാങ്ക്സ് നമുക്ക് ഇനി ഒന്ന് നോക്കാം.
ഓക്കെ, ഒരു നാഷണൽ എംബ്ലം ഒരു സ്റ്റാറുമാണ് ലെഫ്റ്റനന്റ് കേണലിന്റെ ഷോൾഡറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ ഷോൾഡറിൽ എന്താ ഉണ്ടായിരിക്കുക? ഒരു സ്റ്റാർ ആൻഡ് ഒരു നാഷണൽ എംബ്ലം. ഓക്കെ, സോ ലെഫ്റ്റനന്റ് കേണലിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ഒരു ബറ്റാലിയനെ ഹെഡ് ചെയ്യുന്ന ആളാണ് ലെഫ്റ്റനന്റ് കേണൽ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേണൽ. ഈ റാങ്ക് വളരെ എല്ലാവരും സുപരിചിതമായിട്ടുള്ള ഒരു റാങ്കാണ് കേണൽ. കേണൽ നമ്മൾ എല്ലാ മൂവീസിലും കണ്ടിട്ടുണ്ടാവും, പല ആൾക്കാരെ നിങ്ങൾക്കറിയാം, പല ആൾക്കാരെ നിങ്ങൾ പേരുകളും കേട്ടിട്ടുണ്ടാവും. സോ ഈ റാങ്കിൽ വരുന്ന കേണൽ ഓഫീസേഴ്സിന് ഒരു പ്രത്യേക പദവിയുണ്ട്, നമുക്കതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ സീനിയർ മിലിറ്ററി ലീഡറാണ് കേണൽ എന്ന് പറയുന്നത്. കേണൽ എന്ന് പറയുന്ന ഓഫീസർ ഒരു യൂണിറ്റിനെ കമാൻഡ് ചെയ്യുന്ന ആളാണ്. കമാൻഡിങ് ഓഫീസർ ആയിരിക്കും കേണൽ റാങ്കിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, സോ നിങ്ങളിപ്പം ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രീഫ് ചെയ്യാൻ വേണ്ടി വന്ന 2 ലേഡി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അതിൽ കേണൽ സോഫിയ ഖുറേഷി ഒരു യൂണിറ്റ് കമാൻഡ് ചെയ്യുന്ന ഓഫീസറാണ്. ഓക്കെ, so a senior military leader responsible for commanding and managing larger military formations and operations. Okay, so നമ്മൾ നേരത്തെ പറഞ്ഞ മേജറാണ് നമ്മളുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതിനെ ഹെഡ് ചെയ്യുന്ന ബറ്റാലിയൻ ഹെഡ് ചെയ്യുന്നത് ലെഫ്റ്റനന്റ് കേണലാണ്. സോ അതിന് ഏറ്റവും മേലെ ഇത് കംപ്ലീറ്റ് യൂണിറ്റിനെ കമാൻഡ് ചെയ്യുന്ന ആളാണ് കേണൽ. സോ കേണലിന്റെ റാങ്ക്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 2 സ്റ്റാറും ഒരു നാഷണൽ എംബ്ലമാണ് കേണൽ റാങ്കിൽ വരുന്ന ഓഫീസറിന്റെ ഷോൾഡറിൽ ഉണ്ടായിരിക്കുക. 26 ഇയേഴ്സ് ആണ് സർവീസ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഓഫീസർ കേണൽ റാങ്കിലേക്ക് പ്രൊമോട്ട് ആവുന്നത്. മിനിമം 26 ഇയേഴ്സ് നമുക്ക് സർവീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമ്മൾ കേണൽ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവുന്നത്. ഓക്കെ, ഫൈൻ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് വൺ ബ്രിഗേഡിയർ. ബ്രിഗേഡിയർ, ആ പേരിൽ തന്നെയുണ്ട് ബ്രിഗേഡിയറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, എ ബ്രിഗേഡിയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കമാൻഡിങ് എ ബ്രിഗേഡ്. ഒരു ബ്രിഗേഡ് കമാൻഡ് ചെയ്യുന്ന ആളാണ് ബ്രിഗേഡിയർ. ഓക്കെ, ആൻഡ് വിച്ച് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് സെവറൽ ബറ്റാലിയൻസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബറ്റാലിയൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ലെഫ്റ്റനന്റ് കേണൽ. ലെഫ്റ്റനന്റ് കേണലിന്റെ ആ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് കേണൽ. സോ അത്രയും ഒരുപാട് ബറ്റാലിയൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. കംപ്ലീറ്റ്ലി ഒരുപാട് ബറ്റാലിയൻസ് ചേർന്നിട്ടാണ് ഒരു ബ്രിഗേഡ് ഉണ്ടാകുന്നത്. ആ ബ്രിഗേഡ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് ബ്രിഗേഡിയർ. ഓക്കെ, ഇനി നമുക്ക് ബ്രിഗേഡിയറിന്റെ റാങ്ക്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ബ്രിഗേഡിയറിന്റെ റാങ്ക്സ് കൃത്യമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു നാഷണൽ എംബ്ലം ഉണ്ട്, പിന്നെ 3 സ്റ്റാർസ് ആണുള്ളത്. ഓക്കെ, 3 സ്റ്റാർ, ഒരു നാഷണൽ എംബ്ലം, അതാണ് ബ്രിഗേഡിയറിന്റെ ഷോൾഡറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ബ്രിഗേഡിയറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ബ്രിഗേഡ് കമാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് ബറ്റാലിയൻസ് ചേർന്നാണ് ഒരു ബ്രിഗേഡ്. ഓക്കെ, നെക്സ്റ്റ് മേജർ ജനറൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്കാണ് മേജർ ജനറൽ. ഒരുപാട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു റാങ്കാണ് മേജർ ജനറൽ. ഓക്കെ, സോ മേജർ ജനറലിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ഓഫീസേഴ്സ് ഇൻ ദ റാങ്ക് ഓഫ് മേജർ ജനറൽ ഹോൾഡ് ഇമ്പോർട്ടൻറ്റ് അപ്പോയിന്റ്മെന്റ്സ് ലൈക്ക് ജനറൽ ഓഫീസർ കമാൻഡിങ് എ ഡിവിഷൻ. ഒരു ഡിവിഷൻ കമാൻഡ് ചെയ്യുന്ന ആളാണ് ആര്? മേജർ ജനറൽ. ഓക്കെ, സോ ഒരുപാട് ബ്രിഗേഡ്സ് ചേർന്നിട്ടാണ് ഒരു ഡിവിഷൻ ഉണ്ടാകുന്നത്. ആ ഡിവിഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് മേജർ ജനറൽ റാങ്കിൽ വരുന്ന ഓഫീസർ. ഓക്കെ, ഇനി നമുക്ക് മേജർ ജനറൽ റാങ്കിൽ വരുന്ന ഓഫീസറിന്റെ ഷോൾഡർ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, റാങ്ക്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു സ്റ്റാറും അതുപോലെ തന്നെ ഒരു സോഡ് ആൻഡ് ബെയ്റ്റൺ ആണ് ഉണ്ടായിരിക്കുക ഇവിടെ ഷോൾഡറിൽ. ഓക്കെ, ഒരു സ്റ്റാറും ഒരു സോഡ് ആൻഡ് ബെയ്റ്റൺ. ഓക്കെ, ഒരു ക്രോസ് സോഡ് ആൻഡ് ബെയ്റ്റൺ ആണ്, പിന്നെ ഒരു സ്റ്റാറുമാണ് മേജർ ജനറൽ റാങ്കിൽ ഉണ്ടായിരിക്കുക. സോ നിങ്ങൾ ഇനി മേജർ ജനറൽ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഷോൾഡർ ഒക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഒരു ഡിവിഷൻ കമാൻഡ് ചെയ്യുന്ന ഓഫീസറാണ് മേജർ ജനറൽ. നെക്സ്റ്റ് ലെഫ്റ്റനന്റ് ജനറൽ. ലെഫ്റ്റനന്റ് ജനറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആർമിയിൽ 7 കമാൻഡ്സ് ആണുള്ളത്. ആ 7 കമാൻഡ്സിനെ ഹെഡ് ചെയ്യുന്ന ആൾക്കാർ ലെഫ്റ്റനന്റ് ജനറൽ വരുന്ന ഓഫീസേഴ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. They hold the most senior appointments like the vice chief of the army staff. അവർ തന്നെയാണ് വൈസ് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരും ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ വരുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ദ ഹെഡ്സ് ഓഫ് ദി 7 ആർമി കമാൻഡ്സ്. നമുക്കറിയാം ഇന്ത്യൻ ആർമിയിൽ 7 കമാൻഡ്സ് ആണുള്ളത്. ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. നോർത്തേൺ കമാൻഡ് ഉധംപൂരിലുണ്ട്, അതുപോലെ തന്നെ സദേൺ കമാൻഡ് ഉണ്ട് പൂനെയിൽ. ഇതുപോലെ ഒരുപാട് 7 കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സിനൊക്കെ ഹെഡ് ചെയ്യുന്ന ആൾക്കാർ ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിൽ വരുന്ന ആൾക്കാരാണ്. സോ അവരുടെ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലം, ഒരു ക്രോസ്ഡ് ബെയ്റ്റൺ ആൻഡ് സോഡ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതൊരു ലേഡി ഓഫീസറാണ്. AMC ആർമി മെഡിക്കൽ കോർ ഉണ്ടായിരുന്ന ഓഫീസറാണ്. അവർ ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിലാണ് അവർ റിട്ടയർഡ് ആയത്. ഓക്കെ, സോ ദിസ് ഫോർ ലെഫ്റ്റനന്റ് ജനറൽ. നെക്സ്റ്റ് ജനറൽ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ. ഓക്കെ, ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമി ജനറൽ ആരാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് കമന്റ് ബോക്സിൽ നോക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് നോക്കട്ടെ. ഓക്കെ, സോ ജനറലിന്റെ റാങ്ക് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ഓക്കെ, റാങ്കിൽ ഷോൾഡറിൽ ഒരു നാഷണൽ എംബ്ലം ഉണ്ടായിരിക്കും, ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും, ഒരു ക്രോസ്ഡ് സോഡ് ആൻഡ് ബെയ്റ്റൺ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ 3 സംഭവങ്ങളാണ് നമ്മളുടെ ഒരു ജനറലിന്റെ, ആർമി ജനറലിന്റെ ഷോൾഡറിൽ റാങ്കിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ
ഒരു നാഷണൽ എംബ്ലം, ഒരു സ്റ്റാർ, ഒരു ക്രോസ്ഡ് ബേറ്റൺ, സോർഡ് ആൻഡ് ബേറ്റൺ. ഓക്കെ, സോ എന്താണ് ജനറൽ റാങ്കിൽ വരുന്ന ഓഫീസറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്? അതായത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഓക്കെ, ഇന്ത്യൻ ആർമിയുടെ ചീഫ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, ഓഫീസേഴ്സ് എപ്പോഴും ജനറൽ റാങ്കിൽ വരുന്ന ഓഫീസേഴ്സ് ആണ്. അവർക്ക് മാത്രമേ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ഇന്ത്യൻ ആർമിയുടെ ചീഫ് സേനാധിപതിയായിട്ട് മാറാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ ഇൻ ദി ഇന്ത്യൻ ആർമി ഹെൽഡ് ബൈ എ 4-star ജനറൽ. അദ്ദേഹത്തിന്റെ നിങ്ങൾ കോളർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഒരു 4 സ്റ്റാർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് മുൻ ഇന്ത്യൻ ആർമി ചീഫാണ് ജനറൽ മനോജ് പാണ്ഡെ. ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടാവും, ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ആർമിയുടെ ചീഫ്. ഓക്കെ, സോ അഗൈൻ national emblem, star, across the baton and sword. Okay, this is for general rank. Next, ഫീൽഡ് മാർഷൽ. ഇന്ത്യൻ ആർമിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റാങ്കാണ് ഫീൽഡ് മാർഷൽ. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ 2 പേർക്ക് മാത്രമാണ് ഈ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചിട്ടുള്ളത്. സാമനേക്ഷ, ഫീൽഡ് മാർഷൽ സാമനേക്ഷ ആൻഡ് ഫീൽഡ് മാർഷൽ KM കരിയപ്പ. ഈ 2 പേർക്ക് മാത്രമാണ് ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ഫീൽഡ് മാർഷൽ റാങ്ക്സ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റാങ്ക്സ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സാമനേക്ഷ, ഫീൽഡ് മാർഷൽ സാമനേക്ഷ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ലെഫ്റ്റനന്റ് റാങ്ക് മുതൽ ഫീൽഡ് മാർഷൽ റാങ്ക്സ് വരെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആർമി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഇതൊന്ന് ഷെയർ കൊടുക്കുക. അവർ ഓഫീസറായിട്ട് മാറുന്ന സമയത്തും അവർ ലെഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അവർ പ്രൊമോട്ട് ആവുന്ന സമയത്ത് അവർ ഏതൊക്കെ റാങ്ക്സിലൂടെ കടന്നു പോകുന്നുണ്ട്, ഏതൊക്കെ വർഷം കൊണ്ടാണ് അവർ ആ റാങ്കിലേക്ക് എത്തുന്നത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും NDA, CDS, AFCAT, MNS അതുപോലെ SSB ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ്പാർ ഡിഫൻസ് ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 7034561234 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ടെലിഗ്രാം ചാനലിൽ പുട്ട് ചെയ്യാറുണ്ട്, എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ടായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള പല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടും ഒരുപാട് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആയിട്ടും ഒരുപാട് ജനറൽ സ്റ്റഡീസ് കണ്ടന്റ്സ് ആയിട്ടും അതുപോലെ ഒരുപാട് സ്റ്റഡി ടോപ്പിക്സ് ആയിട്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.